വടക്കൻ പറവൂരിൽ പ്രവർത്തിക്കുന്ന റീവൈൽഡിൽ പ്രാദേശികമായ മരങ്ങളുടെ നഴ്സറിയും കാർഷിക പരിശീലനവും പ്രകൃതി സൗഹൃദമായ ഉൽപ്പന്നങ്ങളുടെ വിപണനവും നടത്തിവരികയാണ്. സ്വാഭാവികമായ ഒരു ചെറിയ വനമായി നഗരമധ്യത്തിലുള്ള റീവൈൽഡ് മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് പറയാവുന്നതാണ്. ഈ രംഗത്ത് വർഷങ്ങളോളം പ്രവർത്തന പരിചയമുള്ള മനോജ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ജനുവരി 1-നാണ് ഇവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ഇതൊരു നാടൻ തൈകളുടെ ഒരു നഴ്സറി, പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഫാം സ്കൂൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു പഴയൊരു വീടിനോട് ചേർന്ന ഒരു 70ഓളം സെന്റ് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ജൂൺ 5-ന് ഫലവൃക്ഷങ്ങളും ഔഷധ വൃക്ഷങ്ങളും ഒരു ബട്ടർഫ്ലൈ പാർക്കും ചെയ്തിരുന്നു. ഏകദേശം 300ഓളം തൈകൾ നമ്മൾ നട്ടിരുന്നു. ഇനി കഴിയുന്നത്ര കുട്ടികൾ വരണം എന്നാണ് ആഗ്രഹം. ഇതൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് സ്പേസ് ആയിട്ട് മാറണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കഴിയുന്നത്ര കുട്ടികൾ വരികയും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക, അങ്ങനെ പ്രായോഗികമായിട്ടുള്ള പരിശീലനം നേടുക എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ രാജഗിരി ഔട്ട്റീച്ചിലെ സാമൂഹ്യ പ്രവർത്തകനാണ്. ഇവിടെ രാജഗിരി ഔട്ട്റീച്ചിൽ നിന്നും വിവിധ കോളേജുകളിൽ നിന്നുള്ള ഇൻറ്റേൺസ് റീവൈൽഡിൽ എത്തുന്നുണ്ട്. കൂടാതെ എറണാകുളം ജില്ലയിലുള്ള മറ്റുള്ള ജില്ലകളിലുള്ള വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ പഠനാർത്ഥം എത്താറുണ്ട്. ഈ റീവൈൽഡ് ഇവിടുത്തെ ഒരു ജൈവ വൈവിധ്യം നിലനിർത്താനും അതിൻ്റെ ഒരു മാതൃക പ്ലേസായിട്ടാണ് ഈ റീവൈൽഡ് ഉദ്ദേശിക്കുന്നത്. ഈ റീവൈൽഡിൻ്റെയും ഗ്രാസ് റൂട്ടിൻ്റെയും ഭാഗമായിട്ട് നായരമ്പലം, കടവനക്കാട് മേഖലകളിൽ കണ്ടൽക്കാടുകളുടെ പ്രോത്സാഹന പരിപാടികളും കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ചുള്ള പ്രോത്സാഹന പരിപാടികളും നടലും ഒക്കെ നടക്കുന്നുണ്ട്. കൂടാതെ നാടൻ വിത്തിനങ്ങൾ, നാടൻ ഫലവൃക്ഷ തൈകളെ പ്രോത്സാഹിപ്പിക്കുക, അത് നട്ട് വളർത്തുക, അത് പ്രചരിപ്പിക്കുക എന്നുള്ളതും റീവൈൽഡിൻ്റെ ലക്ഷ്യമാണ്. കൂടാതെ ഇവിടെ ഒരു ഓർഗാനിക് ഫാമിംഗ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളങ്ങൾ, ഗ്രോ ബാഗ്, മറ്റുള്ള സംഗതികൾ, മില്ലറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറുധാന്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഷോപ്പും അതിൻ്റെ ഒരു ഭക്ഷണ ശൃംഖലയും ഇവിടെ തുടങ്ങുവാനാണ് റീവൈൽഡ് ഉദ്ദേശിക്കുന്നത്. പപ്പായ തൈകളുണ്ട്, സീതപ്പഴം, അങ്ങനെയുള്ള നാടൻ പ്ലാവിൻ തൈകളുണ്ട്. ഇതെല്ലാം ഇവിടെ നമ്മൾ പ്രചരിപ്പിക്കുന്നതാണ്. മന്ദാരം, അങ്ങനെയുള്ള നാടൻ തൈകളുടെ ഒരു നഴ്സറിയും കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അതുപോലെ കോവയ്ക്ക തൈകളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതായിട്ട് സഹകരിക്കുന്നവർക്ക് അവരുടെ പുതിയ നാടൻ തൈകൾ ഇവിടെ കൊണ്ടുവരാനും ഇവിടെയുള്ളത് അവർക്കും കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഇവിടെയാണ്. ഇതിനുവേണ്ടി 2 ഷെഡുകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. പ്ലാവിൻ തൈകളാണ് ഭൂരിഭാഗം ഉള്ളത്. അതുപോലെ നമ്മൾ ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴുള്ള പച്ചക്കറി തൈകളും ഇവിടെ തന്നെയാണ് നമ്മൾ നട്ട് വികസിപ്പിക്കുന്നത്. പഠനത്തിൻ്റെയും പ്രായോഗിക പരിശീലനത്തിൻ്റെയും ഭാഗമായി വിവിധ കോളേജുകളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ റീവൈൽഡിൽ എത്തുന്നുണ്ട്. അവിടുത്തെ BSW സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ രാജഗിരി ഔട്ട്റീച്ചിൽ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് 1 മന്ത് ഇൻറ്റേൺഷിപ്പിന് വന്നതാണ്. ഇപ്പം ഞങ്ങൾ ആക്ച്വലി വന്നിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ. പക്ഷേ ഈ 2 ദിവസം കൊണ്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ റീവൈൽഡിൽ എത്തിയതിന് ശേഷം ഇപ്പം ഞങ്ങൾ റീവൈൽഡിലാണ് നിൽക്കുന്നത്. റീവൈൽഡ് ഫാം സ്കൂൾ പറവൂരുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ഫോറസ്റ്റിൻ്റെ ഗ്രോത്ത്, അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അതെങ്ങനെയാണ് നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ബട്ടർഫ്ലൈസ് എങ്ങനെ നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ ഞങ്ങളിപ്പം ഇവിടെ തൈകളൊക്കെ നട്ടു. സോ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് കിട്ടി. കാരണം ഇതുവരെ നമ്മൾ കേൾക്കാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി ഒരു അറിവ് കിട്ടി. ഈ പറയുന്ന പോലെ എൻവയോൺമെൻറ്റിനെ കുറിച്ചാണെങ്കിലും ബയോഡൈവേഴ്സിറ്റി, അതിന് ഇമ്പോർട്ടൻസ്, അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റി. സോ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞങ്ങൾ ഒത്തിരി എങ്ങനെ പ്രകൃതിയുമായിട്ട് എങ്ങനെ നമുക്ക് ഒരുപാട് ഇഴുകി ചേരാം, ഇല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാം. ഇപ്പം എല്ലായിടത്തും മോഡേൺ ബിൽഡിങ്സ് ഒക്കെ പണിയുമ്പം ഈ റീവൈൽഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫുൾ ഫാം സ്കൂൾ എൻവിറോൺമെൻ്റ് ആയിട്ട് ഇറങ്ങിച്ചേരുന്ന നമ്മൾ ഒത്തിരി പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ. ഒരു ചെടി നടുമ്പോൾ അതെങ്ങനെ പ്രോപ്പറായിട്ട് പ്ലാന്റ് ചെയ്യണം എന്നുള്ളതും അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, പിന്നെ ഒരു നാച്ചുറൽ ഫോറസ്റ്റ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളതും, പിന്നെ ബട്ടർഫ്ലൈസിൻ്റെ കുറേ കാര്യങ്ങളും, അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ വന്നിട്ടുള്ള ഫസ്റ്റ് ഫീൽഡ് വർക്ക്. അപ്പോൾ ഇവിടെ റീവൈൽഡിൽ വന്നപ്പോഴത്തേക്ക് മനസ്സിലായത് റീസ്റ്റോറിങ് എക്കോളജി.
റീസ്റ്റോറിങ് എക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി, അതിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാറ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് മുറിയിലിരുന്നുള്ള പഠനം അവസാനിപ്പിക്കാറായി, ആക്ഷനിലേക്ക് കടക്കണം എന്നാണ്. അതിനുള്ള ഒരു വലിയ എക്സാമ്പിളാണ് റീവൈൽഡ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. അത് ഡിസൈൻ ചെയ്ത് സെറ്റാക്കിയതാണ്. അപ്പോൾ പല എന്താ പറയുക സ്പീഷീസിലുള്ള ബട്ടർഫ്ലൈസിനെ നമുക്ക് ഇവിടെ കാണാം. അത് നമ്മുടെ ഇവിടെ പറവൂർ കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ എന്തൊക്കെ രീതിയിൽ നമുക്ക് റിസ്റ്റോറേഷൻ നടത്താം. ഇപ്പോൾ കടലാക്രമണത്തിൽ എങ്ങനെയാണ് പ്ലാന്റ്സിൻ്റെ ഒരു ഇത് വരുന്നത്, പ്ലാന്റ്സ് എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നത്, എന്ത് ചെയ്താലാണ് കടലാക്രമണം തടയാൻ പറ്റുന്നത്, അതേപോലെയുള്ള കാര്യങ്ങളെയൊക്കെ പറ്റി നല്ല അറിവുള്ള ഒരു വ്യക്തിയാണ് മനോജ് സാറ്.